ഹലോ ഗൈസ്, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജാവ ഡാറ്റ ടൈപ്സിനെ കുറിച്ചാണ്. എന്താണ് ഡാറ്റ ടൈപ്സ്? ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ പ്രോഗ്രാമിങ്ങിൽ എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിന് ഒരു വേരിയബിൾ യൂസ് ചെയ്യും. ആ വേരിയബിൾ എന്ത് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് ഡിഫൈൻ ചെയ്യുന്നത് ഡാറ്റ ടൈപ്സ് ആണ്. നമുക്ക് ജാവയിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ഉണ്ട്. അതായത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും അതുപോലെ തന്നെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സും. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ജാവ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന ഡാറ്റ ടൈപ്സ് ആണ്. നോൺ പ്രിമിറ്റീവ് എന്ന് പറയുന്നത് നമുക്ക് യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്സ് ആണ്. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ടൈപ്സിൽ ജാവ ഡിഫൈൻ ചെയ്തേക്കുന്ന ടൈപ്പും അതുപോലെ തന്നെ സൈസും ഉണ്ടാവും. അത് മാത്രമേ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ സൈസിലുള്ള വാല്യൂസും അതുപോലെ തന്നെ ആ ടൈപ്പിലുള്ള വാല്യൂസും മാത്രമേ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നോൺ പ്രിമിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റും ഡാറ്റ ടൈപ്സ്. അതുകൊണ്ട് തന്നെ യൂസറിന് ഇഷ്ടപ്പെട്ട ടൈപ്പും സൈസും അതിന് വരുന്നതായിരിക്കും. പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് ഈ 8 എണ്ണം. അതായത് ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ്, ഫ്ലോട്ട്, ഡബിള്, ബൂളിയൻ, ക്യാരം. ഇതിൽ ഈ ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്, ലോങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറഞ്ഞാൽ ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സ് ആണ്. അതുപോലെ തന്നെ ഫ്ലോട്ടും ഡബിളും എന്ന് പറയുന്നത് ഡെസിമൽ വാല്യൂസ്, അതായത് റിയൽ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബൂളിയൻ എന്ന് പറയുന്ന ഡാറ്റ ടൈപ്സ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് വാല്യൂസ് മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ എന്ന് പറയുന്നത് ആസ്കി ക്യാരക്ടേഴ്സ് എന്തും അതിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോൺ പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്സിൽ വരുന്നതാണ് സ്ട്രിങ്, ക്ലാസ്, ഇൻ്റർഫേസ്, അറേ. സ്ട്രിങ് എന്ന് പറയുന്നത് യൂസർ ഡിഫൈൻഡ് അല്ല, അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഡാറ്റ ടൈപ്പാണ്. പക്ഷേ അത് നമുക്ക് അതിൽ മോഡിഫിക്കേഷൻസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഫംഗ്ഷൻസ് നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്ലാസ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഡാറ്റ ടൈപ്പും അതുപോലെ തന്നെ ഫംഗ്ഷനും കമ്പൈൻ ചെയ്യാൻ പറ്റുന്നൊരു ഇതാണ് ക്ലാസ് എന്ന് പറയുന്നത്. അതായത് ക്ലാസ് എന്ന് പറഞ്ഞൊരു ബ്ലൂ പ്രിൻ്റ് ആണ്. അതിൽ നമുക്ക് ഡാറ്റ ടൈപ്പും സ്റ്റോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഫംഗ്ഷൻസും സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻ്റർഫേസ് എന്ന് പറയുന്നതും ഇതൊരു ക്ലാസ് പോലെ തന്നെ ഏകദേശം സെയിം തന്നെയാണ്. അറേ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഹോമോജീനിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്സ്, അതായത് നമുക്ക് ഇവിടെ കാണാം ബൈറ്റ്, ഷോർട്ട്, ഇൻറ്റ്. അതായത് നമുക്ക് ഇൻറ്റിൻ്റെ ഒരു കുറേ നമ്പേഴ്സ് ഒരുമിച്ച് സ്റ്റോർ ചെയ്യണം. അതായത് ഇൻറ്റ് എന്ന് പറഞ്ഞ വേരിയബിളിൽ നമുക്ക് ഒരുമിച്ച് കുറേ നമ്പേഴ്സ് സ്റ്റോർ ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യണതാണ് അറേ എന്ന് പറയുന്നത്. അതായത് ഒരു സെയിം ഡാറ്റ ടൈപ്പിന് കുറേ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതിന് പകരം ഒറ്റ വേരിയബിൾ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും അറേ ആണെങ്കിൽ. പിന്നെ നമുക്കിവിടെ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ചെയ്യാം. അതായത് പ്രിമിറ്റീവ് ഡാറ്റ ടൈപ്പിലെ ഫസ്റ്റ് വണ്ണാണ് ബൈറ്റ്. ബൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റിജർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 ബൈറ്റ് ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -128 to 127. അതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റാണ്. അപ്പം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഞ്ച് എങ്ങനെ വന്നതെന്ന് വെച്ചാൽ 2⁸. അതായത് ഒരു ബിറ്റിൽ നമുക്ക് 0s അല്ലെങ്കിൽ 1 സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് 0 അല്ലെങ്കിൽ 1 എന്ന് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. അതായത് അപ്പോൾ ഒരു പൊസിഷനിൽ 8 ബിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പൊസിഷനിൽ ഒന്നില്ലെങ്കിൽ 0 വരും, അതല്ലെങ്കിൽ 1 വരും. അപ്പോൾ 2⁸ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 256 ആണ്. 256/2 എന്ന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 127 കിട്ടും. അങ്ങനെയാണ് നമുക്ക് ഇത് കിട്ടുന്നത്. അതായത് -128 to 127, അതായത് 8 ബിറ്റ്, അതായത് 2⁸ ചെയ്യും. അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്. 2 ബൈറ്റ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 32,768 to 32,767 ആണ്. ഇതെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ബൈറ്റ് എന്ന് പറഞ്ഞാൽ 16 ബിറ്റാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2⁻16 വരും. അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. 2⁻16 ആണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അതായത് 32,767 മൈനസ് അതുപോലെ തന്നെ -32,768 എന്ന് പറയുമ്പോൾ നമുക്ക് 2⁻16 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. അങ്ങനെയാണ് അതിന് ഷോർട്ടിൻ്റെ റേഞ്ച് വരുന്നത്. അതുപോലെ തന്നെ ഇൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റാണ്. അതും ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയും വരും. അതായത് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ എല്ലാത്തിൻ്റെയും ഡബിൾ ചെയ്താണ് ഇതിൻ്റെ സൈസ് പോകുന്നത്. അതായത് നമുക്കിവിടെ കാണാം ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റാണ്. അതിൻ്റെ ഡബിളാണ് ഷോർട്ട്, അതിൻ്റെ ഡബിളാണ് ഇൻറ്റ്. ഇനി ഇതിൻ്റെയും ഡബിളാണ് പിന്നെ ലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. ഇതാണ് നമുക്ക് ഏറ്റവും മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ലോങ് വെച്ചാണ് നമുക്ക് മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഇൻറ്റിജർ വാല്യൂ. പിന്നെ നമുക്ക് വരുന്ന ഡാറ്റ ടൈപ്പാണ് ഫ്ലോട്ട്. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഡെസിമൽ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പാണ്. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 6 to 7 ഡെസിമൽ ഡിജിറ്റ്സ് വരും. അതായത് പോയിൻറ്റിന് അപ്പുറത്ത് 6 തൊട്ട് 7 വരെയുള്ള ഡെസിമൽ ഡിജിറ്റ്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഡബിളാണ്. ഡബിൾ എന്ന് പറയുന്നത് ഫ്ലോട്ടിൻ്റെ ഡബിൾ സൈസാണ്. ഇതും നമുക്ക് ഡെസിമൽ വാല്യൂ സ്റ്റോർ ചെയ്യാനാണ്. ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 15 ഡെസിമൽ ഡിജിറ്റ്സ് വരും. പിന്നെ നമുക്ക് വരുന്നത് ബൂളിയൻ എന്ന് പറയുന്നത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 1 ബിറ്റാണ്. നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫോൾസ്, അതായത് ഒന്നില്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഇത്രയേ ഉള്ളൂ ബൂളിയൻ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ്. അതുപോലെ തന്നെ നമുക്ക് ക്യാർ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ക്യാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനാണ്. അതായത് ആസ്കി കോഡിലുള്ള ഏത് വാല്യൂസും നമുക്കിതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ആസ്കി കോഡ് എന്താണെന്ന് അറിയാത്തവർ വേണമെങ്കിൽ ഒന്ന് ആസ്കിന്ന് നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടും. ആസ്കി എന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അത് വെച്ചാണ് നമ്മൾ പ്രോഗ്രാമിൽ ഡാറ്റ ക്യാരക്ടേഴ്സ് സേവ് ചെയ്യണത്. അതിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2 byte ആണ്.